സോളാർ വയ്ക്കാൻ വേണ്ടി ഉപയോഗിച്ച ആ ഒരു പണം എന്ന് പറയുന്നത് എനിക്കൊരു 3 വർഷത്തിനുള്ളിൽ 3 വർഷം പോലും വേണ്ട, ഒരു 2-2.5 വർഷം കൊണ്ട് എനിക്ക് തിരിച്ചു കിട്ടുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് പലരും വീട്ടിൽ വരുമ്പോൾ ചോദിക്കാറുണ്ട്, പലരും ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ് വീട്ടിലൊക്കെ വരുന്നത്, വൈദ്യുതി സോളാർ വെച്ചോ, എങ്ങനെയുണ്ട് ഇത്? നമ്മൾ അന്വേഷിക്കുമ്പോഴത്തേക്കും വളരെ കൺഫ്യൂസിങ് ആയിട്ടുള്ള ഉത്തരങ്ങളൊക്കെ ആണല്ലോ. ശരിക്കും ഇത് ലാഭമാണോ? അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ചിലവ് തിരിച്ച് കിട്ടുമോ? പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ പല നയങ്ങളൊക്കെ മാറി വരുമ്പോൾ ഇതൊക്കെ പ്രശ്നമാകുമോ? ഇങ്ങനെ പല സംശയങ്ങളും പലർക്കുമുണ്ട്. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. കാരണം എപ്പോഴും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകൾ ഇത്തരത്തിലുള്ള പല ചോദ്യങ്ങളുടെ ഉത്തരങ്ങളായിട്ടാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അതിന് ഉത്തരം പറയാൻ പറ്റുന്ന ഒരാളെ എനിക്ക് കിട്ടി. അതാണ് ഷറഫുദ്ദീൻ. നമസ്കാരം. നമസ്കാരം. കേരളത്തിൽ വളരെ അറിയപ്പെടുന്ന ഒരു സോളാറൊക്കെ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന വലിയ കമ്പനിയുണ്ട്, ബേമൻ സോളാർ എന്നാണ് അതിൻ്റെ പേര്. 4 സ്ഥലത്ത്, അതായത് വളാഞ്ചേരി, പട്ടാമ്പി, കൊച്ചി, പിന്നെ ഒരു സ്ഥലത്ത് കൂടെ ഉണ്ടല്ലോ കൂത്തുപറമ്പ്, ഇങ്ങനെ 4 സ്ഥലങ്ങളിൽ ഇവർക്ക് ഓഫീസുകളൊക്കെ ഉണ്ട്. ഈ ഒരു 5 വർഷം കൊണ്ട് തന്നെ 2500-ലധികം സോളാർ ഫിറ്റ് ചെയ്ത്, സോളാർ എന്തായാലും പറയുന്നത് നമ്മൾ സോളാർ പ്ലാന്റുകൾ ഫിറ്റ് ചെയ്ത് കൊടുത്ത പ്രവൃത്തി പരിചയമുണ്ട്. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ചോദിച്ച് മനസ്സിലാക്കാം. പുതുതായിട്ട് വീട് വയ്ക്കുന്നവർക്കും ഇപ്പോൾ വീടുകളുള്ളവർക്കും നമ്മൾ സോളാർ വീട്ടിൽ വെക്കണം എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ എനിക്ക് വളരെ ലാഭകരമായിട്ടാണ് അനുഭവപ്പെട്ടത് ഇതുവരെ. ഒരു 10 kV വെച്ചു, വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇഷ്ടംപോലെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ലാവിഷായിട്ട്. കറണ്ട് നമ്മൾ നേരെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഗ്രിഡിലേക്ക് കൊടുക്കുകയുമാണ് ചെയ്യുന്നത്. അതാണിപ്പോൾ എൻ്റെ ഒരു അവസ്ഥ. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു 2500-ഓളം സോളാർ പ്ലാന്റുകൾ ഫിറ്റ് ചെയ്ത ആളെന്നുള്ള നിലയ്ക്ക് എല്ലാവർക്കും ലാഭകരമായിട്ടാണോ ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്? തീർച്ചയായും. കറണ്ട് ബില്ലിനെ ബേസ് ചെയ്തിട്ട്, കറണ്ട് ബില്ല് ഇതിലൊരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ ഒരു 5000 രൂപ കറണ്ട് ബില്ല് വരുന്ന ഒരു 3 കിലോവാട്ട് സോളാർ പ്ലാന്റാണ് വെക്കേണ്ടത്. അതേപോലെ 1500-1000 രൂപ കറണ്ട് ബില്ല് വരുന്നതിന് സോളാർ വെക്കേണ്ടതില്ല. 5000 പ്ലസ് അതിന് മുകളിലേക്ക് കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമർ സോളാർ വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ROI ഒരു 2.5 വർഷം കൊണ്ട് തന്നെ റിട്ടേൺ കിട്ടും. നീണ്ട ഒരു 20 വർഷക്കാലത്തോളം വളരെ ഫ്രീ ആയിട്ട്, വൈജേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഫ്രീ ആയിട്ട് സോളാർ നീണ്ട കാലം ഉപയോഗിക്കാൻ പറ്റും. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത്, നിങ്ങൾക്കിപ്പോൾ ഒരു ഷോപ്പുണ്ട്, ആ ഷോപ്പിന് നിങ്ങൾ കാര്യമായ രീതിയിൽ കറണ്ട് ബില്ല് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ സോളാർ വെച്ചാൽ അതിൻ്റെ ബാക്കി വരുന്ന ആ ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഷോപ്പിൽ ഉപയോഗിക്കാം എന്ന് പറയുമ്പോൾ വളരെ ലാഭകരമായിട്ടല്ലേ? എനിക്ക് അതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട്. ഇനി റെന്റ് ബിൽഡിംഗ് ആണെങ്കിലും പ്രശ്നമില്ല, എല്ലാവരും സമ്മതിക്കുന്നുണ്ട് വെക്കാനൊക്കെ. റെന്റ് ബിൽഡിങ്ങിലാണെങ്കിലും വെക്കാൻ സമ്മതിക്കില്ല. റെന്റിന്റെ ആ കസ്റ്റമർ ബിൽഡിംഗ് ഓണറുടെ പേരിലായിരിക്കുമല്ലോ കൺസ്യൂമർ നമ്പർ ഉണ്ടാവുക, എന്നാലും അവർ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി ആ ഷോപ്പ് വിടുകയെന്നിരിക്കട്ടെ, നമുക്ക് ഇതെല്ലാം കൂടി ഊരിയെടുത്ത് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാൻ പറ്റും. Bayman, making it easy.